സംഘപരിവാർ നേതാവായിട്ടുള്ള അഭിഭാഷകനായ രാകേഷ് കിഷോർ എന്ന 71 വയസ്സുകാരൻ സുപ്രീം കോടതിയിൽ നടത്തിയ നാടകീയ രംഗങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്, ഈ രാജ്യം നടുങ്ങിയതുമാണ്. ചീഫ് ജസ്റ്റിസായ BR ഗവായിക്ക് വധഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രതിപക്ഷ നേതാവും അതുപോലെ ഇന്ത്യ മുന്നണിയിലെ നിരവധി പേരും പറയുമ്പോഴും BJP അതിനെ രാഷ്ട്രീയപരമായി നേരിടും എന്ന് പറഞ്ഞാണ് പുച്ഛിച്ചു തള്ളുന്നത്. ഒന്ന് ആലോചിക്കണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എല്ലാവരും ചീഫ് ജസ്റ്റിസിനെ ഫോണിൽ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പ്രചോദിപ്പിക്കില്ല എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ചീഫ് ജസ്റ്റിസ് ആയാലും ഏതൊരു ജഡ്ജി ആയാലും മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നടപടികൾ എടുക്കുന്നവർ ആണെങ്കിൽ അവരുടെ കാര്യം പരുങ്ങലാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഈ ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളത് വ്യക്തമല്ലേ? ജസ്റ്റിസ് ലോയെ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് കൃത്യമായി വിശകലനം ചെയ്യപ്പെടുമ്പോൾ ഇതും കൂട്ടി വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ഡൽഹി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത അഭിഭാഷകനും ഡൽഹി മഹയൂർ വിഹാർ സ്വദേശിയുമായിട്ടുള്ള വ്യക്തി സംഘപരിവാർ നേതാവ് കൂടിയാണ് രാകേഷ് കിഷോർ. ഇയാളുടെ പ്രാക്ടീസിനുള്ള അനുമതി താൽക്കാലികമായി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലും ഷൂസുമായി ബന്ധപ്പെട്ട് അത് ഊരി എറിയാൻ ശ്രമിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചീഫ് ജസ്റ്റിസ് ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അങ്ങനെ നടപടിക്രമങ്ങളൊന്നും എടുക്കണ്ട എന്ന രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം ഇദ്ദേഹം ഒരു ആയുധം മാത്രമാണ്, സംഘപരിവാറിന്റെ കയ്യിലുള്ള ആയുധം മാത്രമാണ്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അടക്കം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധിയായ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഏതെല്ലാം രീതിയിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമോ അതിനെയൊക്കെ എല്ലാ രീതിയിലും ചോദ്യം ചെയ്യുന്ന, അതല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആശയങ്ങളെ കൃത്യമായി പൊളിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ഏറെ നാളുകളായി പ്രവർത്തിക്കുന്നത്. മധ്യപ്രദേശിലെ ഖജുരാവോ ക്ഷേത്ര സമുച്ചയത്തിൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമുള്ള ഹർജി പരിഗണിക്കവേ ആവശ്യം ഭഗവാനോട് പോയി പറയൂ എന്ന് ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ മാസം പറഞ്ഞതാണ് തന്നെ പ്രകോപിപ്പിച്ചെന്നും സനാതനധർമ്മം അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ആരും ഈ ഭാരതത്തിൽ താമസിക്കാൻ അർഹതയില്ല എന്ന രീതിയിൽ രാകേഷ് കിഷോർ വർഗീയ ഡയലോഗുകളാണ് കാച്ചിവിട്ടത്. ഇനിയും ഭീഷണിയുടെ സ്വരവുമായി മുന്നോട്ട് വരികയാണ്. ഇതിനകത്ത് വളരെ വ്യക്തമാണ്, രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള മറ്റു പലരും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, തെമ്മാടിത്തരം കാണിച്ച ഈ വ്യക്തിയെ ജയിലിൽ അടയ്ക്കേണ്ടതാണ്. കാരണം ഇന്ത്യൻ ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സനാതന ധർമ്മത്തിന്റെ പേരിൽ. രാജ്യത്ത് ഭരണഘടനയുടെ മുകളിൽ സനാതനധർമ്മവും മനുസ്മൃതിയും സ്ഥാപിക്കാനുള്ള അഭിഭാഷകന്റെ വെമ്പലാണ് ഇവിടെ നടക്കുന്നത്. ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടനയുടെ നിയമസംഹിതകളെയും വളരെ വ്യക്തമായി പഠിച്ച് പരീക്ഷ എഴുതി എൻറോൾ ചെയ്യ ഒരു അഭിഭാഷകൻ ഈ രീതിയിൽ മനുസ്മൃതിയും സനാതനധർമ്മവും പറഞ്ഞ് വെല്ലുവിളിയുമായി എത്തണമെങ്കിൽ ഒന്ന് ആലോചിക്കൂ ഏത് അവസ്ഥയിലൂടെയാണ് ഈ രാജ്യം പോകുന്നതെന്ന്.